നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 21 ചൊവ്വ 2025. പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്കയിൽ ഇനി ട്രംപ് യുഗം. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 1864 എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞ ഉപയോഗിച്ച ബൈബിളും 1955 തന്റെ അമ്മ നൽകിയ ബൈബിളും തൊട്ടായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ. ക്യാപിറ്റോൾ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യയിൽ നിന്നടക്കമുള്ള ലോക നേതാക്കളെ സാക്ഷി നിർത്തിയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. വൈസ് പ്രസിഡന്റ് JD വാൻസും ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ട്രാൻസ്ജെൻഡേഴ്സിനെ നിരാകരിച്ചും പനാമ കനാലിനെ തിരിച്ചെടുക്കുമെന്ന് ആവർത്തിച്ചും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കന്നി പ്രസംഗം. അമേരിക്കയുടെ സുവർണകാലത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. ലോകമാകെയുള്ള അതിർത്തികൾ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചപ്പോൾ സ്വന്തം അതിർത്തി സംരക്ഷിക്കാൻ മറന്ന അധികാരകാലത്തിനാണ് അവസാനമായിരിക്കുന്നതെന്നും കഴിഞ്ഞ 8 വർഷം താൻ നേരിട്ട വെല്ലുവിളികൾ മറ്റൊരു പ്രശ്നം നേരിട്ടിട്ടില്ലെന്നും വിശ്വാസവഞ്ചനയുടെ കാലം ഇവിടെ അവസാനിക്കുന്നുവെന്നും ഇനി മുതൽ പുരോഗതി മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളതെന്നും ട്രംപ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിന് ആശംസയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജയകരമായ മറ്റൊരു ഭരണകാലം ഉണ്ടാകട്ടെയെന്ന് ആശംസിച്ച മോദി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഐക്യവും സഹകരണവും തുടരണമെന്നും എക്സിൽ കുറിച്ചു. സംസ്ഥാനത്ത് സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ E-way ബില്ല് നിർബന്ധമാക്കി. 10 ലക്ഷമോ അതിനു മുകളിലുള്ള മൂല്യമുള്ള സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും കേരളത്തിന് അകത്തുള്ള ചരക്ക് നീക്കത്തിനാണ് E-way ബിൽ ബാധകമാക്കിയത്. ഇന്നു മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ കൂടി ഉടൻ വിതരണം ചെയ്യും. ഇതിനായി 1604 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 3200 രൂപ വീതം ലഭിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. കാസർഗോഡ് തിരുവനന്തപുരം 6 വരി ദേശീയപാതയുടെ പണി ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാകുന്നതോടെ മലബാർ മേഖലയിലെ ടൂറിസ്റ്റ് രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മലബാറിലെ ടൂറിസം വികസനത്തിലൂടെ സംസ്ഥാനത്തിന്റെയാകെ വികസനമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂത്താട്ടുകുളം നഗരസഭയിലെ CPM കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ CPM ചെല്ലക്കപ്പടി ബ്രാഞ്ച് സെക്രട്ടറി അരുൺ V മോഹനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദൃശ്യങ്ങൾ പരിശോധിച്ച് പിടികൂടിയതാണെന്ന് പോലീസ് വിശദീകരിക്കുന്നത്. കേസിൽ പോലീസിന്റെ വിമർശനം ശക്തമാകുമ്പോഴാണ് നടപടി. കലാരാജകുമാർ എന്ന ഭീതിയിൽ CPM നേതാക്കളെ ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസ്. അതേസമയം കലാരാജുവുമായി കോൺഗ്രസ് സാമ്പത്തിക ഇടപാട് നടത്തിയെന്നും കോൺഗ്രസിന്റെ തോക്കൻമുനയിൽ നിന്നാണ് കലാരാജു ഇപ്പോൾ സംസാരിക്കുന്നത്. ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും CPM ഏരിയ സെക്രട്ടറി PB രതീഷ് പ്രതികരിച്ചു. കൂത്താട്ടുകുളം നഗരസഭയിലെ നാടകീയ സംഭവങ്ങൾ CPMനെതിരെ വിമർശനം ശക്തമാക്കി കൌൺസിലർ കലാരാജു. തന്നെ തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്ന CPM വാദത്തെ തള്ളിയ കലാരാജു പാർട്ടിയുമായി ഇനി സംസാരിക്കാനില്ലെന്നും പറഞ്ഞു. ഒരു പാർട്ടിയിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും കലാരാജു പ്രതികരിച്ചു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃത്വമാറ്റലും പുരസംഘടനയിലെ നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച നടത്തി AICC നേതൃത്വം. വിവിധ നേതാക്കളിൽ നിന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി അഭിപ്രായം തേടി. ഇതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ ശൈലിക്കെതിരെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർത്തുന്ന കടുത്ത കുറ്റപ്പെടുത്തലുകൾ ഹൈക്കമാൻഡിന് മുന്നിലെ പുതിയ പ്രതിസന്ധിയാണ്. വിമർശനത്തിന് VD സതീശൻ കടുത്ത അതൃപ്തിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രൂപ്പുകൾക്ക് അതീതമായി ഉയർന്ന കുറ്റപ്പെടുത്തലുകൾക്ക് ആസൂത്രണ സ്വഭാവമുണ്ട് എന്ന സംശയവും സതീശൻ പക്ഷത്തുണ്ട്. UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ച CPMന്റെയും മാധ്യമങ്ങളുടെയും അജണ്ടയാണെന്ന് കോൺഗ്രസ്. ഈ ചർച്ചകളെ പൂർണ്ണമായും തള്ളുന്നുവെന്നും കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാണെന്നും ഇന്നലെ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു. കണ്ണൂരിൽ 25 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ സൂചിക്കഷ്ണം തറച്ചു കയറിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുത്തപ്പോൾ വന്ന പിഴവാണെന്ന് കാട്ടി അച്ഛൻ ശ്രീജു നൽകിയ പരാതിയിന്മേലാണ് നടപടി. കുഞ്ഞിന്റെ ചികിത്സ ഡോക്ടർക്കും നഴ്സിംഗ് സ്റ്റാഫിനുമെതിരെയാണ് കേസ്. പത്തനംതിട്ട കൂട്ടബലാത്സംഗ കേസിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് DGPക്കും ചീഫ് സെക്രട്ടറിക്കും നോട്ടീസ് നൽകി. സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗിലെ ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ചാനലിനെതിരായ പോക്സോ കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ, റിപ്പോർട്ടർ ഷഹബാസ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. പാറശാല ഷരോൺ വധക്കേസിലെ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള നെയ്യാറ്റിൻകര കോടതിയുടെ വിശദമായ വിധി പകർപ്പ് പുറത്ത്. വിഷം നൽകി കൊലപ്പെടുത്താനായി ഗ്രീഷ്മ ഗവേഷണം നടത്തിയെന്നും ഷരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മയ്ക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. അളവിൽ കൂടുതൽ ഗുളിക ജ്യൂസിൽ കലക്കിയാൽ മരണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ 21 പ്രാവശ്യം മൊബൈലിൽ ഗ്രീഷ്മ സെർച്ച് ചെയ്തുവെന്നും ആദ്യത്തെ വധശ്രമം പരാജയപ്പെട്ടുള്ള അതേ രീതി വീണ്ടും പരീക്ഷിച്ചുവെന്നും കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നും വിധി പകർപ്പിൽ പറയുന്നു. പ്രതിപക്ഷ സർവീസ് സംഘടനകളും CPI സംഘടനകളും പ്രഖ്യാപിച്ച നാളത്തെ പണിമുടക്കിനെ നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ച സർക്കാർ പണിമുടക്ക് ദിവസത്തെ ശമ്പളം കുറവ് ചെയ്യണമെന്നാണ് മുന്നറിയിപ്പ്. ആവശ്യ സാഹചര്യങ്ങൾ ഒഴികെ അവധി നൽകരുതെന്ന് വകുപ്പ്
മേധാവികൾക്കും കർശന നിർദ്ദേശം നൽകി ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് പോലീസ് സംരക്ഷണം നൽകാനും തീരുമാനിച്ചു. നാഷണൽ സാമ്പിൾ സർവേയുടെ ഭാഗമായി ആയുഷ് മേഖല സംബന്ധിച്ച് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ജൂലൈ 2022 മുതൽ ജൂൺ 2021 വരെ നടത്തിയ ദേശ് ആയുഷ് സാമ്പിൾ സർവേയിൽ കേരളത്തിന് മുൻതൂക്കം. ആയുർവേദം, ഹോമിയോപ്പതി, യോഗ, പ്രകൃതിചികിത്സ, സിദ്ധ, യുനാനി എന്നീ ഉൾപ്പെടുന്ന ആയുഷ് ആരോഗ്യ ശാഖകളെ സംബന്ധിച്ചാണ് ആദ്യമായി അഖിലേന്ത്യാ സർവേ നടത്തിയത്. വയനാട് മാനന്തവാടിയിൽ ആദിവാസികളെ സ്ത്രീക്ക് 1 വർഷത്തോളം നീളുന്ന ക്രൂര പീഡനം. മന്ത്രവാദത്തിന്റെ പേരിലാണ് തിരുനെല്ലി സ്വദേശിനിയായ സ്ത്രീയെ മരുന്നുകളും മറ്റും നൽകി ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ് പുളിമൂട് സ്വദേശിയായ വർഗീസിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം പരാതി നൽകിയെങ്കിലും പോലീസ് ഒതുക്കി തീർക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണവുമുണ്ട്. നിറത്തിന്റെ പേരിൽ അവഹേളനം നേരിട്ട തുടർന്ന് മരം തൊന്നു നവവധു ആത്മഹത്യ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. മലപ്പുറം മൊറയൂർ സ്വദേശി അബ്ദുൽ വാഹിദാണ് അറസ്റ്റിലായത്. വിദേശത്ത് നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അബ്ദുൽ വാഹിദിനെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത് പ്രതിയെ കൊണ്ടോട്ടി പോലീസിനെ കൈമാറി. മെക്സ് 7 വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വ്യായാമം എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ച് എല്ലാ കുഗ്രാമങ്ങളിലും ടൗണിലും സദസ്സ് ഒരുക്കുന്നുവെന്നും സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീയും പുരുഷനും തമ്മിൽ കാണുന്നത് ഹറാമാണെന്ന ധാരണ പോലും ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്നും കാന്തപുരം പറഞ്ഞു. ബാൽക്കണിയിൽ നിന്ന് അസഭ്യ വർഷവും നഗ്നതാ പ്രദർശനം നടത്തുന്ന നടൻ വിനായകന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നു. നടൻ അയൽവാസികളോട് അപമര്യാദയെ പെരുമാറിയ തരത്തിലാണ് പ്രചരണം. നടന്റെ പ്രവൃത്തിയിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഇത്തരത്തിൽ പ്രചരിച്ച വീഡിയോയുടെ സ്ക്രീൻഷോട്ട് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വിനായകനും പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെപ്പറ്റി വിനായകൻ ഒന്നും പ്രതികരിച്ചില്ല. അതേസമയം നടനെതിരെ ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് കൊച്ചി പോലീസ് പറയുന്നത്. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ മണവാളൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷായെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിയറ്റ്നാം കോളനിലെ റാവുത്തർ എന്ന പ്രധാന വില്ലൻ വേഷത്തിലൂടെ മലയാളി സിനിമ പ്രേക്ഷകർക്ക് സുപരിചിതനായ വിജയ രംഗരാജു അന്തരിച്ചു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. മഹാരാഷ്ട്ര സ്വദേശിയാണെങ്കിലും ഹൈദരാബാദിൽ സ്ഥിരതാമസക്കാരനായിരുന്നു അദ്ദേഹം. രാജ്കുമാർ എന്നാണ് യഥാർത്ഥ പേര്. ബാംഗ്ലൂരിലെ ഉള്ളാളിൽ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച പ്രതികൾ പിടിയിൽ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഭാഗത്തിൽ പങ്കിടുന്ന സംശയമുണ്ടെന്ന് കർണാടക BJP MLA ബസനഗൌഡ പാട്ടേ യഗ്നാൽ. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രെയിനി ഡോക്ടർ അതിക്രൂരമായ ബലാത്സംഗത്തിന് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 50,000 രൂപ പിഴയും വിധിച്ചു കോടതി. കൊൽക്കത്തയിലെ RG ആശുപത്രിയിൽ ബലാത്സംഗത്തിനിരയായ ഡോക്ടർ മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ പെൺകുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 17 ലക്ഷം രൂപ നൽകണമെന്ന് കോടതി. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ താരത്തിന്റെ ഇളയ മകനെ ബന്ദിയാക്കി വൻതുക മോചനദ്രവ്യമായി ആവശ്യപ്പെട്ട് അത് കൈക്കലായ ശേഷം ബംഗ്ലാദേശിലെ മടങ്ങാനായിരുന്നു പദ്ധതിയെന്ന് പോലീസ് സംശയിക്കുന്നു. ജമ്മു കാശ്മീരിലെ ബാരാമുള്ളിലെ സോറപ്പൂരിൽ സലൂര വനമേഖലയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ജവാന് വീരമൃത്യു. ഏറ്റുമുട്ടൽ ഗുരുതരമായി പരിക്കേറ്റ ജവാന് ആശുപത്രിയിൽ പ്രവേശിച്ചതെങ്കിലും വീരമൃത്യു വരിക്കുകയായിരുന്നു. അധികാരം ഒഴിയുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് നിർണായക രാഷ്ട്രീയ നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. തന്റെ മുൻ ആരോഗ്യ ഉപദേഷ്ടാ ഡോക്ടർ ആന്റണി ഫൗച്ചി, റിട്ടയർഡ് ജനറൽ മാർക്ക് മില്ലി, 2021 ക്യാപിറ്റൽ മന്ദിരത്തിന് നേരെയുണ്ട ആക്രമണത്തെക്കുറിച്ച് അന്വേഷിച്ച ഹൌസ് കമ്മിറ്റി അംഗം എന്നിവർക്ക് മുൻകൂർ മാപ്പ് പ്രഖ്യാപിച്ച് ബൈഡൻ ഉത്തരവിറക്കി. ട്രംപ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഇവർക്കെതിരെ രാഷ്ട്രീയപരമായ പ്രതികാര നടപടികളുള്ള സാധ്യത കണക്കെടുത്താണ് പ്രസിഡന്റ് സവിശേഷ അധികാരം ഉപയോഗിച്ചുള്ള ഈ നീക്കം. ആഗോള വിപണിയിൽ ടെസ്ല മോട്ടോഴ്സിന്റെ മുഖ്യ എതിരാളിയും വിയറ്റ്നാമീസ് വാഹന നിർമ്മാണ കമ്പനിയുമായ വിൻഫാസ്റ്റ് ഇന്ത്യയെ കയറ്റുമതി ഹബ്ബാക്കാൻ ഒരുങ്ങുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.